ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ലക്ഷക്കണക്കിന് ആളുകളാണ്. 130 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചടങ്ങുകളിൽ നേരിട്ട് പങ്കെടുത്തു. ചടങ്ങുകൾ പൂർത്തിയായതോടെ വത്തിക്കാനിൽ നിന്ന് മടങ്ങുകയാണ് വിശ്വാസികൾ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്ക് മുന്നിൽ നിന്ന് പി ജെയിംസ് വീണ്ടും ചേരുകയാണ് പ്രൈം ടൈമിൽ. പി ജെയിംസ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ാണ് പി ജെയിംസ്. നിങ്ങൾക്കറിയാം, പി ജെയിംസുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി ജെയിംസുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ പി ജെയിംസ് താങ്കൾക്ക് തുടരാം. ഞാൻ വിചാരിച്ചു താങ്കളുടെ ബന്ധം മറ്റുപോയി. മാർപ്പാപ്പയെ കുറിച്ചുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. നാളെ മുതൽ ആരംഭിക്കും. അതിനിടയിൽ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ പുതിയ മാർപ്പാപ്പയെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പുതിയ തലവൻ, അതിൻ്റെ പരമാധികാരി ആരായിരിക്കും? 140 കോടി കത്തോലിക്ക വിശ്വാസികളുടെ തലവനെ തേടിയുള്ള ആദ്യഘട്ട ചർച്ചകൾ, അനൗദ്യോഗിക ചർച്ചകൾ ആരംഭിക്കും. ഒരുപക്ഷെ കോൺക്ലേവ്, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും ലെഗസി ആയിട്ടുള്ള കോൺക്ലേവ് ആരംഭിക്കുന്നത് മെയ് 5-നോ 6-നോ ആയിരിക്കുമെന്ന് സൂചനകളുണ്ട്. 2 പേരുകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. SKN ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രണ്ടാമനായിരുന്ന വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി പിയട്രി പരോളിൻ എൻ്റെ പേരിനാണ് ഒരു ഇതുള്ളത്. രണ്ടാമത് ഏഷ്യയിൽ നിന്ന്, ഫിലിപ്പൈൻസിൽ നിന്ന് ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാരുണ്യവും സ്നേഹവും കൈമുതലാക്കിയിട്ടുള്ള ലൂയിസ് ആന്റോണിയോ ടാഗ്ലെ എന്ന ഫിലിപ്പീനോ കർദിനാളിനെ ചുറ്റിപ്പറ്റിയാണ് ഇതുള്ളത്. പ്രത്യേകിച്ച് 135 വോട്ട് ചെയ്യുന്ന കർദിനാളന്മാരിൽ 108 പേരെ നിയോഗിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിഷൻ, കാഴ്ചപ്പാടിന് പറ്റിയ ഒരാളായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നുള്ള ചർച്ചകളാണ് ഇവിടെ റോമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. SKN.